നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതിക്കാരിയായ ധനകാര്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു രീതിയിലും സംശയമില്ലാതെ പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് ബാംഗ്ലൂരു സ്പെഷ്യൽ കോടതി ഇപ്പോൾ ഇതാ നിർമ്മലാ സീതാരാമനെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും JP നഡ്ഡ എന്ന BJPയുടെ ദേശീയ അധ്യക്ഷനെതിരെയും അതുപോലെ തന്നെ BY വിജയേന്ദ്ര ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കൃത്യമായും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സങ്കീർണ പ്രശ്നങ്ങൾ ഉദിച്ചിരിക്കുകയാണ്. ഇതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വിവാദം പുകയുകയാണ് BJPക്ക് ഉള്ളിൽ തന്നെ. ഈ മന്ത്രിയുടെ പിടിപ്പുകേട് കാരണം ജനങ്ങൾ വലയുകയാണ് എന്ന് മന്ത്രിസഭയിൽ തന്നെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമനെ കൊണ്ടുപിടിച്ച് എന്തുകൊണ്ട് വീണ്ടും ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കി എന്നതിന് കൃത്യമായി മോദിയാണ് ഉത്തരം പറയേണ്ടത്. നരേന്ദ്രമോദിക്ക് ഏറ്റവും വിശ്വസ്തയായ ധനകാര്യമന്ത്രി അതാണ് നിർമ്മലാ സീതാരാമൻ. എന്നാൽ നമ്മൾ ഈ അടുത്ത് കണ്ടത് സെബി ചെയർപേഴ്സണായ മാധവി പുരി പുജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉൾപ്പെട്ട വലിയ തോതിലുള്ള കൃത്രിമ ഇടപാടുകളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ തന്നെയായിരുന്നു. ഇതിനൊന്നും ഒരു മറുപടിയുമില്ല. മാത്രമല്ല, കർണാടകയുടെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത നടപടിയെടുക്കുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി മുന്നോട്ട് വരുന്ന BJP എന്തുകൊണ്ട് BJP നേതാക്കൾ കൃത്യമായി ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് ഉളുപ്പില്ലേ എന്നാണ് കൃത്യമായും കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ മാധ്യമങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്ന കോർപ്പറേറ്റ് അഴിമതി തന്നെയാണിത് എന്നുള്ളതാണ്. നിലവിൽ ധനകാര്യവും കോർപ്പറേറ്റ് അഫയേഴ്സും കൈകാര്യം ചെയ്യുന്നത് നിർമ്മലാ സീതാരാമൻ തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നിർമ്മലാ സീതാരാമന് വകതിരിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്രമാത്രം ബാലിശമായാണ് അവർ പ്രതികരിക്കുന്നത്. പല രീതിയിലും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തോട് അവർ പരിഹാസപൂർവ്വമുള്ള മറുപടിയാണ് പറയുന്നത്. ജനങ്ങളുടെ നിത്യേനയുള്ള വിഷയങ്ങൾ അവർ അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിൽ തനിക്ക് ആശങ്കയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നിർമ്മലാ സീതാരാമൻ അതിനകത്തും രാഷ്ട്രീയം കലർത്തുകയാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ ധനകാര്യമന്ത്രി ചെറുകിട വ്യാപാരികളെ തകർക്കാൻ എന്തെല്ലാം മുട്ടാതർക്കങ്ങൾ ഉന്നയിക്കുന്നു. വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളെ മാത്രം സഹായിക്കലാണ് നിർമ്മലയുടെ പദ്ധതി. കൃത്യമായി നികുതി ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലും അവർ എടുത്തിരിക്കുന്ന തീരുമാനം എത്രത്തോളം ബാലിശമാണെന്ന് മനസ്സിലാക്കാം. മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് സഖ്യകക്ഷികളായതിനാൽ അവർ ഭരിക്കുന്ന സംസ്ഥാനത്തിന് മാത്രം വിഹിതം അലോ ചെയ്യുന്ന രീതിയിലുള്ള നാണംകെട്ട അവതരണം അതായിരുന്നു ഇത്തവണത്തെ ബജറ്റ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് യൂണിയൻ ബജറ്റ് അല്ലായിരുന്നു. അത് ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രം ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബജറ്റായിരുന്നു. ആ ബജറ്റിനെയാണ് ജനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചത്. ഒരു ഇൻ്ററിം ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്ത ബജറ്റ് കുളമായിരുന്നല്ലോ. ഇപ്പോഴത്തെ നിർമ്മലാ സീതാരാമൻ്റെ ഈ പെർഫോമൻസ് വെച്ച് സ്വന്തം ഭർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ എക്കണോമിക്സ് അല്ല ഇന്ത്യയെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. മൻമോഹൻ സിംഗ് കൃത്യമായി നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇന്ത്യയെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. വാസ്തവമാണ്, മൻമോഹൻ സിംഗ് കൃത്യമായും നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇപ്പോഴും ഇന്ത്യയുടെ നട്ടെല്ലായി ഉയർന്നു നിൽക്കുന്നത്.